അനുഗ്രഹം തടയപ്പെടുന്ന പ്രധാനപ്പെട്ട മേഖല നമ്മൾ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന പാപങ്ങള്, പിന്നെ നമ്മൾ ക്ഷമിക്കുന്നില്ല, മനസ്സിൽ കടുത്ത വൈരാഗ്യവും വെറുപ്പൊക്കെ സൂക്ഷിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കത്തില്ല. ആദ്യമേ നമ്മൾ പാപ വഴികൾ ഉപേക്ഷിക്കണം. ക്ഷമിക്കാൻ ഉള്ളവർക്ക് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളെ വേദനിപ്പിച്ചവർക്കെല്ലാം ക്ഷമ കൊടുക്കണം, മാപ്പ് കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കർത്താവിൻ്റെ അനുഗ്രഹം എപ്പോഴാണ് നമ്മിലേക്ക് വരുന്നത് എന്ന് നമുക്ക് അറിയത്തില്ല. ഒരു ശുശ്രൂഷയ്ക്ക് ഇരിക്കുമ്പോൾ ചിലപ്പോൾ പാട്ട് പാടുമ്പോഴായിരിക്കാം, അല്ലെ വചനം കേൾക്കുമ്പോഴായിരിക്കാം, അല്ലെ ആരാധനയിലായിരിക്കാം, അല്ലെ വിശുദ്ധ കുർബാനയിലായിരിക്കാം കർത്താവ് തൊടുന്നത്. കർത്താവ് തൊടുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ ദയവായിട്ട് ആ ശുശ്രൂഷയിൽ പൂർണ്ണമായിട്ട് പങ്കെടുത്ത് കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. വലിയ ഇടപെടലുകൾ, ദൈവിക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും. ഹല്ലേലൂയാം. ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്ക് കരമിട്ട് പിടിക്കാം, വലതുകരം. കർത്താവായ യേശുവേ, നിങ്ങളുടെ ആത്മാവാൽ എന്നെ നിറയ്ക്കണമേ. ഉപവസിക്കുവാൻ, ജപമാല ചൊല്ലുവാൻ, കുരിശിന്റെ വഴി ചെല്ലുവാൻ, കരുണക്കൊന്ന് ചൊല്ലുവാൻ പരിശുദ്ധാത്മാവേ കൃപ തരണമേ, കൃപ തരണമേ. ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും ഹൃദയത്തിൽ നല്ലൊരു തീരുമാനമെടുക്കുക പ്രാർത്ഥിക്കാൻ. പിന്നെ ഈ ദിവസമൊക്കെ ബൈബിള് എടുത്ത് വായിക്കണം. സമയം കിട്ടുമ്പോഴൊക്കെ വചനമൊക്കെ നിങ്ങൾ വായിക്കുക. ദൈവം നൽകിയ 10 കൽപ്പനകള് നമ്മളെല്ലാവരും അത് പാലിക്കണം, അതനുസരിക്കണം. 10 കൽപ്പനകളില് 1-ാമത്തെ കൽപ്പനയും 6-ാമത്തെ കൽപ്പനയും, 1ഉം 6ഉം കൽപ്പനകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ തകർച്ച ഉറപ്പാണ്. 1ഉം 6 കൽപ്പന, ബാക്കി കൽപ്പനയും ഗൗരവമുള്ളതാണ്. പക്ഷെ 1-ാമത്തെ കൽപ്പനയും 6-ാമത്തെ കൽപ്പനയും ഏറ്റവും ഗൗരവമേറിയ കൽപ്പനകളാണ്. 1-ാമത്തെ കൽപ്പന എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, സ്നേഹിക്കണം. അതാണ് ആദ്യത്തെ കൽപ്പന. 1-ാമത്തെ കൽപ്പനയുടെ ലംഘനം എന്താണ്? അന്യ ദൈവ ആരാധന. നിയമാവർത്തനം 18-ാം അധ്യായത്തില് 9 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് വരുമ്പോൾ അവിടുത്തെ ദുരാചാരങ്ങൾ നീ അനുകരിക്കരുത്. മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ, പ്രാശ്നികൻ, ലക്ഷണം പറയുന്നവൻ, ആഭിചാരക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാട്, ശുദ്രക്കാരൻ, മൃതസന്ദേശ വിദ്യക്കാരൻ എല്ലാവരും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കരുത്. ഇത്തരക്കാർ കർത്താവിന് നിന്ദിരാണ്. അവിടെ വിളച്ച പ്രവൃത്തികൾ നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നത്. നിന്റെ ദൈവമായ കർത്താവിന് മുമ്പിൽ നീ കുറ്റമറ്റവനായിരിക്കണം. നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യരെയും പ്രാശ്ചര്യരെയും ശ്രമിച്ചിരുന്നു, എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിന് അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ. മന്ത്രവാദികള്, ജ്യോത്സ്യന്മാര്, പ്രാശ്ചരികര്, ലക്ഷണം പറയുന്നവര്, വെളിച്ചപ്പാട്, ശുദ്രക്കാരൻ, മൃതസന്ദേശ വിദ്യക്കാരൻ, മകളെ ഹോമിക്കുന്നവൻ, പ്രാശ്ചരികർ, ഇവരാരും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കരുത്. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ട്. മന്ത്രവാദികള്, പ്രശ്നം വെച്ച് നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നവര്. ചിലപ്പോൾ അവര് കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അവർ പറഞ്ഞു തന്നിരിക്കും. ഇന്നലകളും വരാനിരിക്കുന്ന അപകടങ്ങളും ഒക്കെ ചിലപ്പോൾ അവർക്ക് പറയാൻ പറ്റിയേക്കും. പിശാചിനും പല കാര്യങ്ങളും അറിയാം. അവര് പിശാചിനെ ഉപയോഗിച്ചുകൊണ്ടാണ് വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ തൃശ്ശൂർ ദേശത്തുള്ള ഏറ്റവും വലിയ ഒരു പാപത്തിന്റെ മേഖലയാണ് കുട്ടിച്ചാത്തൻ സേവ. കുട്ടിച്ചാത്തൻ സേവയ്ക്ക് ആരൊക്കെ പോയിട്ടുണ്ടോ അവരുടെ കുടുംബം തകർന്ന് തരിപ്പണമാകും. 1-ാം പ്രമാണത്തിന്റെ ഏറ്റവും വലിയ ലംഘനമാണ് കുട്ടിച്ചാത്തൻ സേവ. പല ക്രിസ്ത്യാനികളും അവിടെ പോയിട്ടുണ്ട്. പോയവരുടെയൊക്കെ കുടുംബം തീർന്നു പോയിട്ടുണ്ട്. ഒരിക്കല് നമ്മുടെ ധ്യാനത്തിന് വന്ന ഒരു കുടുംബം തൃശ്ശൂർ പ്രദേശത്താണ്. അവരുടെ ഒരു മകൻ, 5 വയസ്സുള്ള കുട്ടിയുടെ അരക്കെട്ടിന് ബലമില്ല, തളർന്നു കിടക്കുക, സംസാരിക്കത്തില്ല, വായിലൂടെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകി വരുന്ന ഒരു കുട്ടി.
അവര് എന്നോട് സംസാരിച്ചു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എനിക്ക് നൽകിയ ഒരു സന്ദേശം ഇതാണ്. ഞാൻ ചോദിച്ചു, ഞങ്ങളുടെ കുടുംബം കുട്ടിച്ചാത്തൻ സേവയുമായിട്ട് പോയിട്ടുണ്ടോ? പിന്നെ ആ മകൻ പറഞ്ഞു, അവന്റെ വല്യപ്പൻ കുട്ടിച്ചാത്തൻ സേവ ചെയ്യുന്നുണ്ടായിരുന്നു. വീട്ടില് ഒരു മുറിക്കകത്ത് കുട്ടിച്ചാത്തൻ ഇതൊക്കെ കൊണ്ടുവച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തില് ഓട് ഫാക്ടറി മറ്റു പലതും ഉണ്ടായിരുന്ന ഒരു സമ്പന്ന കുടുംബമാണ്. ആ വ്യക്തി എന്നോട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ സഹോദരങ്ങള്, ബന്ധുകുടുംബങ്ങള് എല്ലാവരും ഈ പണിക്ക് പോയിട്ടുണ്ട്. എല്ലാ കുടുംബത്തിലും വൈകല്യമുള്ള ഒരു കുട്ടിയുണ്ട്. അവരുടെ എല്ലാ കുടുംബങ്ങളിലും നടുവ് തളർന്നത്, അല്ല കഴുത്തിന് ബലമില്ല, സംസാരിക്കത്തില്ല, ഓട്ടിസം, മന്ദബുദ്ധികളായിട്ടുള്ള കുട്ടികൾ അവിടെ എല്ലാവരുടെയും കുടുംബങ്ങളിലുണ്ടെന്ന് ആ സഹോദരൻ പറഞ്ഞു. നമ്മള് മനസ്സിൽ കുറിച്ചിട്ടു കുട്ടിച്ചാത്തൻ സേവയ്ക്ക് പോയാൽ ചിലപ്പം ആദ്യം നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം, മറ്റു നേട്ടമൊക്കെ ഉണ്ടാകും. അവസാനം അവൻ കള്ളനാണ്, നുണയനാണ്, ചതിയനാണ്. സാത്താൻ നിന്നെ നിന്റെ കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കും. ആഭിചാരം, മന്ത്രവാദം, കൂടോത്രം, കുട്ടിച്ചാത്തൻ സേവ, ജ്യോത്സ്യന്മാര്, പ്രാശ്നികര്, പ്രശ്നം വെക്കുന്നവര്, അവരെടുക്ക പോകരുത്. വിടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികള് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ അപ്പന്റെ കുടുംബത്തിലോ അമ്മയുടെ കുടുംബത്തിലോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊള്ളുക. കർത്താവെ, തെറ്റിപ്പോയി, വിടുതൽ വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾ. ഇത് ഏറ്റവും ഗൗരവമേറിയ പാപമാണ്, ഒന്നാം പ്രമാണത്തിന്റെ ലംഘനം. നിങ്ങളുടെ കുടുംബത്തില് നിങ്ങളുടെ പിതാക്കന്മാർ പോയാലും മതി, നിങ്ങൾ സാത്താന്റെ അടിമത്വത്തിലാണ്. ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി കുട്ടിച്ചാത്തൻ സേവയ്ക്ക് പോയോ, ആ കുടുംബം മുഴുവൻ, ജനിക്കാനുള്ള തലമുറ മുഴുവൻ സാത്താന്റെ അടിമത്വത്തിലാവുകയാണ്. അനേക കുടുംബങ്ങള് അന്യം നിന്നുപോയി, തകർന്നുപോയി. ചിലർക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ട് മക്കളില്ല. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ഒരു 55 വയസ്സുള്ള ഒരു ഭർത്താവും ഭാര്യയും പ്രാർത്ഥിക്കാമെന്ന് തൃശ്ശൂർ ഭാഗത്ത് തന്നെയാണ്. അവരുമായിട്ട് എന്നെ സംസാരിച്ചവർക്ക് മക്കളില്ല. ഞാൻ സംസാരിച്ചു വന്നപ്പോൾ ആ ചേട്ടന്റെ ബന്ധുക്കൾ പല കുടുംബങ്ങളിൽ മക്കളില്ല, ആർക്കും മക്കളില്ല. 1-2 പേർക്കുണ്ട്. ആമക്കൾക്ക് ആർക്കും മക്കളില്ല, പെൺമക്കൾക്ക് മക്കളുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് മെസ്സേജ് നൽകി, ഇവരുടെ കുടുംബത്തിൽ കുട്ടിച്ചാത്തൻ സേവ നടന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കുടുംബത്തിൽ കുട്ടിച്ചാത്തൻ സേവ? ഉണ്ട്, വല്യപ്പനായിട്ടുണ്ട്, അപ്പനായിട്ടുണ്ട്, കുട്ടിച്ചാത്തൻ സേവ ഉണ്ടായിരുന്നു. അപ്പൊ സംഭവിച്ചതെന്നറിയാം, ആ വീട്ടിലുള്ള ആണുങ്ങൾക്ക് ഒറ്റ ഒരുത്തിന് മക്കളില്ല. 2 പെൺപിള്ളേരുണ്ട്, കെട്ടിച്ചിട്ടു, അവർക്ക് പിള്ളേരുണ്ട്. ഇത് അപകടകരമാണ്. ആരെങ്കിലും ഈ വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ കുമ്പസാരത്തില് അനുതപിച്ച് കണ്ണുനീരോടെ ഏറ്റുപറയണം, അല്ലാതെ വിടുതൽ കിട്ടത്തില്ല. വളരെ ഗൗരവമുള്ള പാപം ഇത്. ഒന്നാം പ്രമാണത്തിന്റെ ലംഘനമാണ്. സങ്കീർത്തനം 16-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനം. സങ്കീർത്തനം 16:4. അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കും. ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയബലി അർപ്പിക്കില്ല, ഞാൻ അവരുടെ നാമം ഉച്ചരിക്കത്തില്ല. രക്തം കൊണ്ടുള്ള പാനീയബലികൾ, കോഴിവെട്ട്, അല്ലെ പല പരിപാടികൾ, മനുഷ്യക്കുരുതിയൊക്കെ പണ്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഇന്നും ചിലപ്പോഴൊക്കെ കേൾക്കാറുണ്ട്. ഞാൻ അവരുടെ നാമം ഉച്ചരിക്കത്തില്ല. അന്യ ദൈവങ്ങളുടെ നാമം പോലും നിങ്ങൾ ഉച്ചരിക്കുവാനായിട്ട് പാടില്ല. അന്യ ദൈവങ്ങളെ വിളിച്ച് അപേക്ഷിക്കാൻ പാടില്ല. അത് ഏറ്റവും വലിയ പാപമാണ്. ഹല്ലേലൂയ. അന്യ ദൈവങ്ങളെ ആരാധിക്കുക, അന്യ ദൈവങ്ങളുടെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുക ചെയ്യരുത്. അന്യ ദൈവങ്ങളുടെ നാമം നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മേൽ പൈശാചിക ആധിപത്യം ഉണ്ടാവുകയാണ്. അന്യ ദൈവങ്ങളെ കുമ്പിടുക, നേർച്ച കാഴ്ച കൊടുക്കുക, ഇതിനൊന്നും നമ്മൾ പോകാതിരുന്നാൽ നമുക്ക്, നമ്മുടെ മക്കൾക്കും തലമുറയ്ക്കും നല്ലത് ആയിരിക്കും. യെശയ്യാ 47:13 ഉപദേശങ്ങൾ കൊണ്ട് നിനക്ക് മടുപ്പായി. ആകാശത്തിൽ രാശുതിരിച്ച് നിരീക്ഷിക്കുന്നവരും നിന്റെ ഭാവി അമാവാസികൾ പറയുന്നവരും പ്രവചിക്കുന്നവരും മുന്നോട്ട് വന്ന് നിന്നെ രക്ഷിക്കട്ടെ. ഉപദേശങ്ങൾ കൊണ്ട് നിനക്ക് മടുപ്പായി. ആകാശത്തിൽ രാശുതിരിച്ച് നിരീക്ഷിക്കുക. നിങ്ങൾ ഒരു ജ്യോത്സ്യനെടുക്ക ചെന്നാൽ കളം വരയ്ക്കും. രാഹു, കേതു, ശനി, ശുക്രൻ
അങ്ങനെയൊക്കെ കളം വരച്ചിട്ട് ആകാശം രാശിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി കളം വരച്ച് അവർ ചിലപ്പോൾ കൃത്യമായിട്ട് പറയും, ഇത് വലിയ അപകടത്തിലേക്കുള്ള പോക്കാണ്, നിങ്ങളെ പിശാച് അവന്റെ അടിമത്വത്തിലാക്കും, നിന്റെ ഭാവി അമാവാസികളിൽ പ്രവചിക്കുന്നവർ മുന്നോട്ട് വന്ന് നിന്നെ രക്ഷിക്കട്ടെ. ഒരു മന്ത്രവാദിക്കും ഒരു കൂടോത്രക്കാരനും ഒരു കുട്ടിച്ചാത്ത സേവക്കാരനും നിന്നെയും നിന്റെ കുടുംബത്തെയും രക്ഷിക്കാൻ പറ്റത്തില്ല. അതിന്റെ പിന്നാലെ പോകരുത്. യേശു മാത്രമാണ് ദൈവം. അവനെ എതിർത്തുകൊണ്ട് അവനെ അവഗണിച്ചുകൊണ്ട് ഏതെങ്കിലും ക്രിസ്ത്യാനി പോയിട്ടുണ്ടോ, അവന് ശരിക്ക് പണി കിട്ടും. കുട്ടിച്ചാത്തന്റെ പുറകെ പോയവനൊക്കെ ശരിക്കും പണി കിട്ടും. ഇന്നലെ നാളെ ഉറപ്പാണ് ആ കുടുംബങ്ങളൊക്കെ അന്യം നിന്നു പോകും, തീർന്നു പോകും. പിശാച് വരുന്നത് കൊല്ലുവാനും നശിപ്പിക്കുവാനും തകർക്കുവാനും. ഈ സമൂഹത്തിൽ നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിലോ പിതാക്കന്മാരോ ഒക്കെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അനുദപിക്കണം. കുമ്പസാരത്തില് മരിച്ചു പോയിട്ടുള്ളവര് ഏറ്റുപറയാതെ മരിച്ചെങ്കിൽ നിങ്ങൾ കുമ്പസാരത്തില് ഏറ്റുപറയണം. എൻ്റെ പിതാക്കന്മാരായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഏറ്റുപറഞ്ഞൊക്കെ നിങ്ങൾ കുമ്പസാരത്തൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവ് കരുണ കാണിക്കും. ഒന്നാം പ്രമാണം ഒരിക്കലും ലംഘിക്കാതിരിക്കാൻ നമ്മൾ വളരെ ജാഗ്രത ആയിരിക്കാം. ഇനി അടുത്ത ഗൗരവമേറിയ ഏറ്റവും ഗൗരവമേറിയ പാപമാണ് ആറാം പ്രമാണ ലംഘനം, വ്യഭിചാരം, അഡൽട്ടറി. 1, 6 പ്രമാണങ്ങൾ ഏറ്റവും ഗൗരവമേറിയ പ്രമാണങ്ങളാണ്. ബാക്കിയെല്ലാം ഗൗരവമാണ്. പക്ഷെ ഇത് രണ്ടും ചെയ്തോ ഉറപ്പാണ് നിന്റെ കുടുംബം തീർന്നു പോകും, അന്യം നിന്ന് പോകും. ഈ 2 പാപങ്ങൾ. ഹല്ലേലൂയ. 6ആം പ്രമാണ ലംഘനം വ്യഭിചാരം. ജഡിക പാപങ്ങൾ: വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, മൃഗഭോഗം, ബ്ലൂ ഫിലിം കാണുക. അശുദ്ധിക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ധാരാളം പേര്. അതുപോലെ ഇന്നത്തെ മൊബൈൽ പലർക്കുമുണ്ട്. വില കൂടിയ മൊബൈലിലൊക്കെ ലോകത്തുള്ള സകല മ്ലേച്ഛമായ അശുദ്ധിയുടെ സൈറ്റുകൾ കാണാൻ സാധിക്കും. ലൈംഗികതയുടെ അശുദ്ധിയൊക്കെ കാണുന്ന ധാരാളം മനുഷ്യരുണ്ട്. ഇത് തെറ്റാണ്. ഫോണോഗ്രഫിക്ക് അടിമകളായി ജീവിക്കുന്നവർ, വ്യഭിചാരത്തിനും സ്വയംഭോഗത്തിനും സ്വർഗഭോഗത്തിനൊക്കെ അടിമകളായിട്ട് ജീവിക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇങ്ങനെയുള്ള പാപത്തിൽ ജീവിക്കുന്നവര് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്തിരിയുക. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നാം അതേക്കുറിച്ച് വായിക്കുന്നുണ്ട്. 1-ാം അധ്യായം 26, 27, 28 വചനങ്ങൾ. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരാസക്തി ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുത്തി. അതായത് സ്വർഗഭോഗം. സ്ത്രീയും പുരുഷനും പാപം ചെയ്തു. സോദോം ഗൊമോറവാസികൾ സ്വർഗഭോഗികളായിരുന്നു. അവിടെ ദൈവം അഗ്നി ഇറക്കി സ്വർഗഭോഗികളെ ദഹിപ്പിച്ചു കളഞ്ഞു. സോദോം ഗൊമോറയെ ദൈവം നശിപ്പിച്ചു. സ്വർഗഭോഗം ഏറ്റവും വലിയ പാപമാണ്, മ്ലേച്ഛതയാണ്. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയ നിമിത്തം അധമ വികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവം കൈവിട്ട് കളയും. സ്വർഗഭോഗത്തിന് അടിമകളായ വ്യക്തികളെ ദൈവം കൈവിട്ട് കളയും. അനുദപിക്കുക, തിരുത്തുക. സ്വയംഭോഗം, സ്വർഗഭോഗം, മൃഗഭോഗം, മ്ലേച്ഛതകളിൽ ജീവിക്കുന്ന വ്യക്തികൾ ഈ സമൂഹത്തുണ്ടെങ്കിൽ ദൈവസന്നിധി തീരുമാനമെടുക്കുക, ഇനി ഞാൻ പാപം ചെയ്യത്തില്ല എന്ന്. ഹല്ലേലൂയ. അതുപോലെ ഏറ്റവും ഗൗരവമേറിയ ഒരു മേഖലയാണ് കുടുംബ ജീവിതത്തിലെ അവിശ്വസ്തത. ഭാര്യ ഭർത്താവിനോട് അവിശ്വസ്തത കാണിക്കുന്നു, ഭർത്താവ് ഭാര്യയോട് അവിശ്വസ്തത കാണിക്കുന്നു, പരസ്പരം വഞ്ചന കാണിക്കുന്നു. ഭർത്താവിന് മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധം, ഭാര്യയ്ക്ക് മറ്റു പുരുഷന്മാരുമായിട്ട് ബന്ധം. അടുത്ത നാളില് ഈ തൃശ്ശൂർ ഒരു ഭാഗത്ത് ഒരു സ്ഥലത്ത് ഒരു ധ്യാനം നടക്കുക. ഒരു സ്ത്രീ എന്നിടയ്ക്ക് വന്ന് പ്രാർത്ഥിക്കാൻ. ആ സ്ത്രീ വന്നിട്ട് പറയുക, ബ്രദറെ, എനിക്ക് പാപത്തിൽ നിന്ന് രക്ഷപ്പെടണം. 2 കുട്ടികളുടെ അമ്മയാണ്. ആ സ്ത്രീ എന്നിടയ്ക്ക് വന്നൊരു ചെറിയ ജോലി അവർക്കുണ്ട്. ജോലിക്ക് പോകും രാവിലെ. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്കും
വാട്സാപ്പ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കുറെ കണക്ഷൻ ഈ ചേച്ചിക്കുണ്ട്. ആ ചേച്ചി എന്നോട് പങ്കുവെക്കുകയാണ്, അവര് ഭർത്താവ് വിദേശത്തായിരുന്നപ്പോൾ തന്നെ മറ്റു പലരുമായിട്ടും പാപകരമായ ജീവൻ നയിച്ചിട്ടുണ്ട്. 3 മക്കളുണ്ട്. അത് ഭർത്താവിൻ്റെയാണ് മക്കളൊക്കെ, ഒന്നും കുഴപ്പമില്ല. പിന്നെ ഭർത്താവ് തിരിച്ചു വന്നു. ഭർത്താവിൻ്റെ ചെറിയ ബിസിനസ് ഉണ്ട്. ഇവർക്കൊരു ചെറിയ ജോലിക്ക് പോയിട്ട് ആ സ്ത്രീ എന്നോട് പറയുക, ഫേസ്ബുക്കിൽ കൂടെയൊക്കെ ബന്ധപ്പെട്ട ചില വ്യക്തികൾ, പേഴ്സണലായിട്ട് പരിചയമൊന്നുമില്ല, നിങ്ങളുടെ ബന്ധങ്ങളേ ഉള്ളൂ, ഉച്ച കഴിഞ്ഞൊക്കെ അവധിയെടുത്തിട്ട് അവരുടെ കൂടെ പോകുകയാണ് ലോഡ്ജുകളിൽ. ഒരു 3 മാസം മുമ്പ് നമ്മുടെ ധ്യാനത്തിൽ കൂടി ഒരു സ്ത്രീയാണ്, ക്രിസ്ത്യാനിയാണ് കേട്ടോ. എന്നിട്ട് ഉച്ചക്ക് ജോലി സ്ഥലത്തുനിന്ന് പോകും. എന്നിട്ട് ഇവരുടെ കൂടെ പോയി ശാരീരികമായിട്ടൊക്കെ പാപമൊക്കെ ചെയ്തിട്ട് വൈകിട്ട് വീട്ടിൽ വരും. ആരും അറിയുന്നില്ല. അങ്ങനെ 5 പുരുഷന്മാർ, ഒരു വീട്ടമ്മയാ, 3 മക്കളുടെ വീട്ടമ്മ കാണിക്കുന്ന തോന്നിവാസം. അവര് എന്റെ അടുക്കൽ നിന്ന് കരയുക, ഒരു ബ്രദറെ, ഈ ചെടികാസക്തി എനിക്കൊന്ന് രക്ഷപ്പെടണം. അവരോട് തുറന്നു പറയുക, ഈ മൊബൈലിൽ സകല അശുദ്ധി ഞാൻ ഇത് കാണും, എനിക്കെന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, ജഡിക പാപത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം, എനിക്ക് രക്ഷപ്പെടണം, ഞാൻ ചെയ്യുന്നത് പാപമാണെന്ന് എനിക്കറിയാം. ഞാൻ ആ സഹോദരിക്ക് വേണ്ടി ശരിക്കും ഞാൻ ഒരു തലയ്ക്ക് വെച്ച് പൈശാചിക ആസക്തി, ജഡികാസക്തി ഒന്ന് വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഹോസിയ 5:4 ഒരു വചനം പറയുന്നുണ്ട്. ആ വചനം കേട്ടാൽ തന്നെ ഞെട്ടിപ്പോവും. വചനം ഇതാണ്: വ്യഭിചാരത്തിന്റെ ദുർഭൂതം തങ്ങളുടെ ദൈവത്തിന്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. അവർ കർത്താവിനെ അറിയുന്നില്ല. അവർക്ക് ദൈവത്തിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റുന്നില്ല. വ്യഭിചാരത്തിന്റെ ദുർഭൂതം, വ്യഭിചാരത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നു. വ്യഭിചാരത്തിന്റെ ആത്മാവ് ബാധിച്ച സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. അവർ കുമ്പസാരിക്കും, പാപമൊക്കെ ഏറ്റുപറയും, വീണ്ടും താമസിക്കാതെ ആ പാപം ചെയ്യും, വ്യഭിചാരം ചെയ്യും. വ്യഭിചാരത്തിന്റെ ആത്മാവിനെ ഒരു വ്യക്തിയിൽ നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിക്കാതെ വ്യഭിചാരം എന്ന പാപത്തിൽ നിന്ന് ആ വ്യക്തിക്ക് വിടുതലില്ല. ഇത് സ്പിരിറ്റാണ്, ഈവിൾ സ്പിരിറ്റ്. ഈ പൈശാചിക ആത്മാവ് ഒരു വ്യക്തിയിൽ കുടികൊണ്ടാൽ വ്യഭിചാരത്തിന് വ്യത്യസ്തമായ സ്പിരിറ്റുകളുണ്ട്. ഈ വ്യഭിചാരത്തിന്റെ ആത്മാവ് ബാധിച്ച സ്ത്രീയും പുരുഷനും വ്യഭിചാരത്തിന്റെ അടിമത്വത്തിൽ ജീവിക്കും. ഈ സ്പിരിറ്റിനെ കൃപയുള്ളവർ ബന്ധിച്ച് ബഹിഷ്കരിച്ചാൽ മാത്രമേ മോചനം കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.